ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഇപ്പോൾ സ്കൂൾ ഇൻറ്റേൺഷിപ്പിൻ്റെയൊക്കെ തിരക്കിലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബി.എഡ് സ്റ്റുഡൻസിന് ഏറ്റവും ഉപകാരമുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ബി.എഡ് പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസ്. അപ്പോൾ എല്ലാവരും ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒന്നും കൂടിയാണ് ടീച്ചിങ് പ്രാക്ടീസ്. അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിൽ നമുക്ക് ഒരുപാട് വർക്ക്സുകൾ ചെയ്യാനുണ്ട്, അസൈൻമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരുപാട് വർക്ക്സുകൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആക്ഷൻ റിസർച്ച്. അപ്പോൾ ചിലർക്ക് എന്താണ് ആക്ഷൻ റിസർച്ച്, എങ്ങനെയാണ് അതിൻ്റെ റിപ്പോർട്ട് എഴുതേണ്ടതെന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് 1983 എം ഒ കോറി എന്ന വ്യക്തിയാണ് ആക്ഷൻ റിസർച്ച് എന്ന ടീം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. പ്രൊഫഷണലായിട്ടുള്ള ഗ്രോത്തും അതോടൊപ്പം സ്റ്റഡീസിലുണ്ടാകുന്ന ഒരു ഗ്രോത്തും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്ഷൻ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ശാസ്ത്രീയമായിട്ടുള്ള രീതി, സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ പ്രശ്നപരിഹാരം കാണുക എന്നതാണ് ആക്ഷൻ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്ക് ഇംപ്രൂവ് ചെയ്തുകൊണ്ടാണ് ഈ പ്രശ്നപരിഹാരം കാണുന്നത്. അപ്പോൾ ഈ ശാസ്ത്രീയമായിട്ടുള്ള സമീപനത്തിലൂടെ നമ്മുടെ എഡ്യൂക്കേഷൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതാണ് ആക്ഷൻ റിസർച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ആക്ഷൻ റിസർച്ചിൽ പ്രധാനമായിട്ടും ഉള്ള കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം ആണ്. രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. മൂന്നാമത്തെ ഡെഫിനീഷൻ ഓഫ് ദ കീ ടൈംസ്. 4 ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി. എൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 5 ഹൈപ്പോത്തീസിസ്. 6 മെത്തഡോളജി. പിന്നുള്ളതാണ് 7ാമത്തെ ഇതാണ് പ്രധാനപ്പെട്ട പ്രീ ടെസ്റ്റ്. അതിൽ തന്നെ ആക്ഷൻ പ്രോഗ്രാം ഉണ്ട്, ഫേസ് 1 ഫേസ് 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ 9ാമത് ഇവാലുവേഷൻ. പിന്നുള്ളത് പോസ്റ്റ് ടെസ്റ്റ്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ആദ്യത്തെ 6 സ്റ്റെപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം? അപ്പോൾ നമുക്കറിയാം, ബി.എഡ് കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്താണ് നമ്മൾ ഈ ആക്ഷൻ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു ക്ലാസ്സിൽ പഠിപ്പിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന സബ്ജക്റ്റ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ സയൻസ്. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് ആയിരിക്കും എടുക്കുക. അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ഒരു ടോപ്പിക്ക് നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ. അപ്പോൾ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ്, കുട്ടികൾക്ക് ആ ഒരു ചാപ്റ്ററുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ അത് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, കുട്ടികൾക്കത് മനസ്സിലാവുന്നില്ല. അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രവർത്തനം കൊടുത്താലും അത് ചെയ്യാൻ കുട്ടികൾക്ക് പ്രശ്നം നേരിടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇവിടെയാണ് നമ്മൾ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ക്ലാസ്സിലൊരു ചാപ്റ്റർ എടുക്കുകയാണ്. അപ്പോൾ ആ ചാപ്റ്റർ എടുക്കുമ്പോൾ അതിലൊരു പർട്ടിക്കുലർ ടോപ്പിക്ക് കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പ്രോബ്ലമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. രണ്ടാമത്തത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം ആണ്. അപ്പോൾ എന്താ, നമ്മൾ ഈ റിപ്പോർട്ടൊക്കെ എഴുതുമ്പോഴാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം ഉൾപ്പെടുത്തുന്നത്. അതായത് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായിട്ടില്ല, അപ്പോൾ അത് മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം. ഇനി നമ്മൾ ഡെഫിനീഷൻ ഓഫ് ദ കീ ടേംസ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ചാപ്റ്റർ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. ആ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഒരു ടോപ്പിക് ഉണ്ടെന്ന് പറഞ്ഞു. ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസുകളുണ്ടാവും. ആ ടേംസിൻ്റെ ഡെഫിനീഷൻ, നിർവചനമൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും റിപ്പോർട്ട് എഴുതുമ്പോഴാണ് ഉള്ളത്. ഇനി ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡി. നമുക്കറിയാം, നമ്മൾ ഡിഗ്രി ചെയ്തവരാണെങ്കിലും PG ചെയ്തവരാണെങ്കിലൊക്കെ നമ്മൾ ധാരാളം പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ആ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ ഒരു റിസർച്ച്, നമുക്കറിയാം ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ റിസർച്ച് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ റിസർച്ച് ചെയ്യുകയാണെങ്കിലും നമ്മളിപ്പോൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒബ്ജക്റ്റീവുകൾ ഉണ്ടാവും. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു കാര്യം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ എന്ത് നേടിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡിയിൽ ഉൾപ്പെടുന്നത്. അതായത് ഈ കുട്ടികൾക്ക് ഈ ടോപ്പിക്ക് പഠിപ്പിച്ചിട്ട് ഈ കുട്ടികൾക്ക് എന്താണ് ഗുണം, അതിന് ഭാവിയിൽ എന്തെങ്കിലും നമ്മുടെ ഒരു ഫ്യൂച്ചറിൽ എന്താണ് ഒരു ഗുണം, അതുപോലെ എന്താണ് ആ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതാണ് ഈ ഒബ്ജക്റ്റീവ് ഓഫ് ദ സ്റ്റഡിയിൽ ഉൾപ്പെടുന്നത്.
ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഭൂപടത്തിൻ്റെ ഒരു ചാപ്റ്റർ എടുക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ ഭൂപടത്തിൻ്റെ ചാപ്റ്റർ എടുക്കുമ്പോൾ കുട്ടികൾക്ക് ആ ഭൂപടം വരയ്ക്കാനൊന്നും പറ്റുന്നില്ല, കുട്ടികൾക്ക് അതിലെ സിമ്പിൾസും കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കുട്ടികൾക്കൊരു എക്സസൈസ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സിമ്പിൾസും അതുപോലെ കുട്ടികൾക്ക് വരയ്ക്കാനുള്ളതും തോത് കണ്ടുപിടിക്കാനൊക്കെ ഉള്ളൊരു ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അതൊട്ടും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഭൂപടങ്ങളിലെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് ചിഹ്നങ്ങൾ തിരിച്ചറിഞ്ഞ് ഭൂപട വായന നടത്താനും ഭൂപടങ്ങൾ നിർമ്മിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, കുട്ടികൾക്കറിയില്ല അത് പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ നമ്മളിവിടെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട ആ ഒരു ഭാഗത്ത് ആ ടോപ്പിക്കിൽ എന്തൊക്കെയാണ് ഭൂപടമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഡെഫിനേഷൻസ് അതാണ് ഉൾപ്പെടുത്തുക. അതാണ് ഈ ഒരു സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്. എന്താ നമുക്കറിയാം, നിത്യജീവിതത്തിൽ നമ്മൾ ഗൂഗിൾ മാപ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗൂഗിൾ മാപ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ചിഹ്നങ്ങൾ, നമുക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഗൂഗിൾ മാപ്സ് കിട്ടിയില്ല, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മാപ്പിൽ തന്നെ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല ഇതെന്തിനാണ് സൂചിപ്പിക്കുന്നത് അതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് പഠിപ്പിച്ചു കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്താണ് ആ സിമ്പിൾസ് എന്തുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്, ആ ഒരു അളവുകൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ഭൂപടങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതാണ്. ഇനി ഹൈപ്പോത്തിസിസ് ആണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴോ റിസർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹൈപ്പോത്തിസിസ്. ഒരു സമയത്ത് ഒരു ഹൈപ്പോത്തിസിസ് മാത്രമായിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഒരു ഹൈപ്പോത്തിസിസ് മാത്രമായിരിക്കും ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സെക്കൻഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, വികസിപ്പിച്ചെടുത്തിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ആ രണ്ടാമത്തെ ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അങ്ങനത്തെ റിസർച്ച് നടത്തുമ്പോൾ ഹൈപ്പോത്തിസിസ് വേണം. പ്രധാനമായിട്ടും 2 ഹൈപ്പോത്തിസിസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ഒരു സമയത്ത് ഒരു ഹൈപ്പോത്തിസിസ് ആയിരിക്കും നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഒന്നിൽ കൂടുതൽ ഹൈപ്പോത്തിസിസ് ഉണ്ടാവാം. ഒരു സമയത്ത് ഒരു കാര്യം മാത്രമായിരിക്കും ടെസ്റ്റ് ചെയ്യുക. ആ ഒരു കാര്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ആവുന്നില്ലെങ്കിൽ നമ്മളൊരു സെക്കൻഡ് ഒരു ഡിസൈൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ ആ സെക്കൻഡ് ഹൈപ്പോത്തിസിസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇനി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മെത്തഡോളജി. മെത്തഡോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പിൾ, ഡ്യൂറേഷൻ, ടൂൾ, ഈ 3 കാര്യങ്ങളാണ് മെത്തഡോളജി വരുന്നത്. സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികളെ കുറിച്ചാണ് ഇവിടെ സാമ്പിൾ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് നമുക്ക് ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. ആക്ഷൻ റിസർച്ച് എന്ന് വെച്ചാൽ ആദ്യം ഈ ഒരു പ്രശ്നം കണ്ടുപിടിക്കണം, ഐഡൻറ്റിഫൈ ചെയ്യണം, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യണം, അതിനുശേഷം നമ്മുടെ ഹൈപ്പോത്തിസിസ് ബിൽഡ് ചെയ്യണം, അപ്പോൾ അത് ആ കുട്ടികളിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ടൈം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ മിനിമം ഒരു നല്ലൊരു 2-3 മാസമൊക്കെ ഇന്ത്യയിലാണ് നമുക്ക് പറ്റുക. പക്ഷേ ഈ നമ്മുടെ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ വളരെയധികം കുറവായതുകൊണ്ട് അതൊന്നും നടക്കില്ല. അപ്പോൾ ഇവിടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മിനിമം 1 മാസമെങ്കിലും എടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഡ്യൂറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിപ്പിച്ചു എന്നുള്ള കാര്യമാണ് അറിയപ്പെടുന്നത് ഈ ഒരു ഡ്യൂറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടൂളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും, ഈ ഒരു പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ടൂളുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ചാർട്ട് ആവാം, ടെസ്റ്റുകളാവാം, പിന്നെ അതുപോലെ തന്നെ വർക്ക്ഷീറ്റ് ആവാം. ഇപ്പോൾ ഭൂപടത്തിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഭൂപടം ആവാം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാവാം, എന്തും ആവാം. ഇനി അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രീ ടെസ്റ്റും അതുപോലെ തന്നെ പോസ്റ്റ് ടെസ്റ്റും. പ്രീ ടെസ്റ്റിൽ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി, ആ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടികളുടെ ഇവയെക്കുറിച്ച് നമുക്ക് തോന്നി ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല എന്ന്, അപ്പോൾ ഇവയെക്കുറിച്ചുള്ള അറിവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റ് നടത്തും. അതിനാണ് പ്രീ ടെസ്റ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ല ആ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മൾ ആ ടെസ്റ്റ് നടത്തുക. ആ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പും ആവാം. ഇപ്പോൾ നമ്മൾ ഭയങ്കര വലിയ മാർക്കിൻ്റെ ടെസ്റ്റൊന്നും ആയിരിക്കില്ല നടത്തുക, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആവാം, ചിലപ്പോൾ ഒരു ഡെഫിനീഷൻ പോലത്തെ സാധനങ്ങളൊക്കെ എഴുതി കൊണ്ടുള്ളതും ആവാം. അപ്പോൾ അതിനാണ് നമ്മൾ പ്രീ ടെസ്റ്റ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് എന്ത് മനസ്സിലായി, ആ ടോപ്പിക്കിനെ
ബേസ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പിലാണ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. മിനിമം ഒരു 10 ക്വസ്റ്റ്യൻസെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമ്മൾ ആ കുട്ടികൾ നേടിയിട്ടുള്ള മാർക്ക് ഗ്രേഡ് രീതിയിലേക്ക് മാറ്റും. നമ്മൾ ഓരോ 5 പോയിൻ്റ് സ്കെയിലും 9 പോയിൻ്റ് സ്കെയിലൊക്കെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രേഡ് രീതിയിലേക്ക് നമ്മൾ മാറ്റിയിട്ട് ഓരോ വിദ്യാർത്ഥികളുടെയും ഗ്രേഡ് നമ്മൾ നിശ്ചയിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇത്ര കുട്ടികൾക്ക്, ഇത്ര മുതൽ ഇത്ര കുട്ടികൾക്ക് ഈ ടോപ്പിക്ക് അറിയാം, ഇത്ര ഉള്ളവർക്കും ഒട്ടും അറിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ കുട്ടികളുടെ നിലവാരം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പ്രീ ടെസ്റ്റ് നടത്തിയിട്ടുള്ള ഈ ഒരു ആൻസർ പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. നമുക്കത് അപ്പൻഡിക്സിൽ ഉൾപ്പെടുത്താനും പറ്റും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ആക്ഷൻ പ്രോഗ്രാം. അപ്പോൾ ഈ ആക്ഷൻ റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങളെന്ന് പറയുന്നത് ആക്ഷൻ പ്രോഗ്രാമാണ്. ഈ ആക്ഷൻ പ്രോഗ്രാമിൽ ഇപ്പോൾ ഫേസ് 1 ഉണ്ട്, അതുപോലെ തന്നെ ഫേസ് 2 ഉണ്ട്, അതുപോലെ തന്നെ ഫേസ് 3 ഒക്കെ ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഫേസ് 1 ആണ്. ഇപ്പോൾ ഫേസ് 1 എന്ന് പറയുന്നത് ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രവർത്തനം ഇവിടെ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ചിലവരിപ്പോൾ ഇപ്പോൾ ഫേസ് 1 തന്നെ 2-3 ഫേസ് 1, 2 അല്ല 2 ഫേസേ ഉള്ളൂ. അതിൽ പ്രവർത്തനങ്ങൾ നമുക്ക് വേണമെങ്കിൽ കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഫേസ് 1 തന്നെ ചിലവർ ഗ്രൂപ്പ് ആക്ടിവിറ്റിയും അതോടൊപ്പം ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയും കൊടുക്കുന്നവരുണ്ട്. ഫേസ് 2 എന്ന് പറയുന്നത് നമ്മൾ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി ആയിരിക്കും കൊടുക്കാറുള്ളത്. അപ്പോൾ അത് നമ്മുടെ ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് ആയിരിക്കും കിടക്കുക. ഇപ്പോൾ ഫേസ് 1 എന്ന് പറയുന്നത് അത് നമ്മൾ ഗ്രൂപ്പ് ആക്ടിവിറ്റി കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ടോപ്പിക്കായിട്ട് നിങ്ങൾ എന്താണോ കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ കൊടുക്കുന്നു, എന്നിട്ട് കുട്ടികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം അവരുടെ വർക്ക്ഷീറ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർക്കത് മനസ്സിലായോ എന്ന്. എന്നിട്ട് നമ്മൾ അവരെ കുട്ടികളെ കൊണ്ട് തന്നെ പ്രസൻറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം അതിൽ തന്നെ ഫേസ് 1 സെക്കൻഡ് ആക്ടിവിറ്റി ആയിട്ട് ഇപ്പം നമ്മൾ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി നമുക്ക് കൊടുക്കാം. ആ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി കൊടുത്തിട്ട് നമ്മളിതുപോലെ തന്നെ ഒരു വർക്ക്ഷീറ്റും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ട് ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു ഇത് കൊടുക്കുക. അത് ഗെയിമൊക്കെ ആവാം കേട്ടോ, ഗെയിം ആവാം. ഇപ്പോൾ എഴുത്ത് തന്നെ ആവണമെന്നൊന്നുമില്ല, ഇപ്പോൾ ക്വിസ് ആവാം, ഗെയിം ആവാം, പല രീതിയിലും ആവാം. കുട്ടികൾക്കത് ഒരു ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫേസ് 2 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ഈ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഈ ഫേസ് 1 ഫേസ് 2 ഉണ്ടെങ്കിൽ നമുക്ക് ആ വർക്ക്ഷീറ്റ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അവരെ ഒന്നുകൂടെ ആ ഒരു ടൈമിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഫേസ് 2 നമ്മളെന്താ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ നമുക്കറിയാം അവരിത് ആദ്യത്തെ 2 ആക്ടിവിറ്റി ഫേസ് 1 2 ആക്ടിവിറ്റി കൊണ്ട് അവർക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആക്ഷൻ പ്രോഗ്രാമിൽ പ്രധാനമായിട്ട് 2 ഫേസാണുള്ളത്, ഫേസ് 1 ഫേസ് 2. അതിൽ ആക്ടിവിറ്റീസ് തിരഞ്ഞെടുക്കുന്നത് നമ്മളെ ആ ഒരു ടോപ്പിക്കിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എഴുത്തും കുത്തും മാത്രമാണെന്നില്ല, ഗെയിമും കാര്യങ്ങളൊക്കെ ആവാം. അതിൽ ഒരു ഫേസ് 1 ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയും ഉൾക്കൊള്ളിക്കാം. അതുപോലെ തന്നെ ഫേസ് 2 ആണെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആക്ടിവിറ്റിയാണ് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കാറുള്ളത്. അതിനുശേഷം നമ്മൾ ഇവാലുവേഷൻ ചെയ്യും. അതായത് കുട്ടികൾ എത്രത്തോളം ഈ ഒരു ആക്ടിവിറ്റീസിൽ നിന്ന് എത്രത്തോളം മനസ്സിലാക്കി എന്ന് നമ്മൾ സ്വയം ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഈ ഫസ്റ്റത്തെ ആക്ടിവിറ്റി അവർ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എത്രത്തോളം മനസ്സിലാക്കി, ഗ്രൂപ്പിൽ അവർ ചർച്ച ചെയ്തിട്ട് എത്ര മനസ്സിലാക്കി, ഫസ്റ്റ് ഫേസിൽ തന്നെ സെക്കൻഡ് ആക്ടിവിറ്റി അവർക്ക് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞോ, അതുപോലെ തന്നെ നമ്മൾ ഫേസ് 2 കൊടുത്തുള്ള ഇൻഡിവിജ്വൽ ആക്ടിവിറ്റി അവരെങ്ങനെയാണ് ഇൻട്രസ്റ്റ് ആയിട്ടാണോ ചെയ്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ആ കുട്ടികളെന്ന് പറയുന്ന ആ ടോപ്പിക്കിലൂടെ ഒന്നുകൂടെ കടന്നു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള ടോപ്പിക് എടുത്തിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഇൻഡിവിജ്വൽ ടെസ്റ്റും ഗ്രൂപ്പ് ടെസ്റ്റൊക്കെ ചെയ്യുന്നതിലൂടെ അതിലൂടെ കുറച്ചും കൂടെ ഫെമിലിയറായി നമുക്ക് മനസ്സിലായി. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവരെത്രത്തോളം സക്സസ് ആയി നോക്കാൻ വേണ്ടിയിട്ട്
നമ്മളൊരു പോസ്റ്റ് ടെസ്റ്റിന് തയ്യാറാവാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറയുകയാണ്. ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അവരെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിച്ചിട്ടല്ല ഇടുന്നത്. കാരണം അവർക്ക് ആ സംഭവം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ അവർക്ക് എത്രത്തോളം മനസ്സിലായി എന്നുള്ളതാണ് നമ്മൾ പ്രീ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ടെസ്റ്റിൽ അവർ കുറേ കൂടെ തയ്യാറായിട്ടുണ്ട്, അവർക്കറിയാം. അവർ ഒറ്റയ്ക്ക് ചെയ്ത ആക്ടിവിറ്റീസൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കതിനെക്കുറിച്ച് അറിയാം. അപ്പോൾ അവരോട് നമ്മൾ പറയും പോസ്റ്റ് ടെസ്റ്റ് ഇന്ന ദിവസം നടത്തും, അപ്പോൾ അതിന് വേണ്ടി തയ്യാറാവാൻ വേണ്ടിയിട്ട് പറയും. അതിനുശേഷം എന്ന് പറയുന്നത് പോസ്റ്റ് ടെസ്റ്റാണ്. പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ മുൻ ദിവസങ്ങൾ നടത്തിയിട്ടുള്ള ആക്ഷൻ റിസർച്ചിൻ്റെ അല്ലെങ്കിൽ ആക്ഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് കുട്ടികൾ ആ പ്രവർത്തനങ്ങളിലൂടെ എത്രത്തോളം വിജയകരമായിട്ട് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ ആ നടത്തിയതിന് ശേഷം അതെന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും ഉൾക്കൊള്ളുന്നത്. കുട്ടികൾക്ക് നമ്മൾ ക്വസ്റ്റ്യൻസ് കൊടുക്കും, അവരത് ചെയ്ത് നമുക്ക് തരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ കുട്ടികളുടെ ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ടെസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റിലെ മാർക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കുറവ് ഇപ്പോൾ 2 മാർക്ക് ഫസ്റ്റ് ടെസ്റ്റിൽ 2 മാർക്ക് കിട്ടിയ കുട്ടിക്കൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റും. അതായത് ഇപ്പോൾ 6 മാർക്കിൽ നിന്ന്, അതുപോലെ തന്നെ ഇപ്പോൾ 10ലാണെങ്കിൽ 6, 8 മാർക്കൊക്കെ വാങ്ങിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവണമെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള മാർക്ക് കിട്ടി, ഏറ്റവും ലോ ആയിട്ടുള്ള മാർക്ക് കിട്ടിയ കുട്ടി നല്ല രീതിക്ക് മാർക്ക് അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഈ ടെസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്, കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പോൾ ആദ്യത്തെ 2, അതായത് പ്രീ ടെസ്റ്റിൻ്റെ സമയത്തുള്ള ഒരു മാർക്ക് ലിസ്റ്റും പോസ്റ്റ് ടെസ്റ്റിൻ്റെ സമയത്തുള്ള മാർക്ക് ലിസ്റ്റും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അതിന് ആൻസർ ചെയ്യാനും പറ്റും. അതാണ് ഈ ഒരു പ്രധാനമായിട്ടും ഈ ഒരു ആക്ഷൻ റിസർച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഒരു കുട്ടിക്ക് ബുദ്ധിമുട്ട്, നമ്മളിപ്പോൾ സാധാരണ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റൊക്കെ എന്താ നമുക്കറിയാം, അച്ചീവ്മെൻറ്റ് ടെസ്റ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റൊക്കെ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിന് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മുടെ വർക്ക്സിൽ തന്നെ നമ്മൾ മാറ്റം വരുത്തി മോഡിഫിക്കേഷനൊക്കെ വരുത്തിക്കൊണ്ടാണ് ആക്ഷൻ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ആക്ഷൻ റിസർച്ചിൽ വരുന്നത്. അപ്പോൾ ആക്ഷൻ റിസർച്ചിൽ ഇത്ര കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ 6 കണ്ടൻറ്റ്, നമ്മളിതിൽ കൊടുത്തിട്ടുള്ള എല്ലാ കണ്ടൻറ്റും അതിൽ വരണം, 1 by 1 ആയിട്ട് വരണം. അതിനുശേഷം നമ്മളൊരു കൺക്ലൂഷൻ എഴുതണം ലാസ്റ്റത്തെ എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു സജഷൻ എഴുതണം. അതുപോലെ തന്നെ നമ്മൾ ഈ കുട്ടികളെ ചെയ്യിപ്പിച്ച വർക്ക്സൊക്കെ നമ്മൾ അപ്പൻഡിക്സ് ആയിട്ട് നമ്മൾ പിൻ ചെയ്ത് വെക്കും വേണം. അപ്പോൾ ഇത്രയാണ് റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. താങ്ക് യു.